പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ പട്ടുപാവാട എന്ന കവിതയ്ക്ക് ഒരു രംഗഭാഷ്യം. அந்த கடையிலிருந்து ஒரு பழம் வாங்கி கொடம்மா. ஏய் வாய மூடடி, அழக்க தண்ணி அடிக்கிறதுக்கே பணம் வைக்காது. உனக்கு என்ன பழம் வேணுமா? பிச்சை போட்டுக்குவேன். അതെ അതവിടെ തന്നെ. എനിക്ക് ഉറപ്പാ ഇന്നലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞിന്റെ 1.5 പവന്റെ മാല പറിച്ചോണ്ടോടിയത് അവള് തന്നെയാ. എനിക്ക് ഉറപ്പാ. എടാ ഓടി വേണം, കോഴിയെ പിടിക്കണം, കോഴിയുടെ കൂട്ടങ്ങൾ ഇതിനൊന്നും കൊല്ലണം നിനക്ക്. വേണ്ട ചേട്ടാ, അടിക്കല ചേട്ടാ, എന്നെ അടിക്കല ചേട്ടാ, വേണ്ട ചേട്ടാ. നടക്കടി, ആ പെണ്ണിനെ കൂടെ വിളിച്ച് കേട്ടെ. കാറടി, നീയൊക്കെയാണ് നാട് മുഴുവൻ കട്ട് മുടിക്കുന്നത്. മാഡം, ഞങ്ങൾ കോടതി ഉത്തരവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കുട്ടിയെ ഇവിടെ താമസിപ്പിക്കണം. ഇവളുടെ അമ്മ ഒരു കളവ് കേസിൽ ജയിലിലാണ്. പിന്നെ ബന്ധുക്കളൊക്കെ ഒളിവിലും. എന്താ മോളുടെ പേര്? കാളി. എന്തിനാ മോള് കരയുന്നേ? ഓക്കെ, നിനക്കിവിടെ കളിക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ട്. മക്കളെ, ഇവൾ കാളി. നിങ്ങൾക്ക് പുതിയൊരു കൂടപ്പിറപ്പ്. പോയി കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് നിങ്ങൾക്കൊപ്പം കൂട്ടിക്കാം. ദാരിദ്ര്യത്തിൽ പിറന്ന് ദാരിദ്ര്യം തിന്നു മരിക്കാൻ വിധിക്കപ്പെടുന്ന ഈ കുരുന്നുകളെ കാണാതെ തൊഴിലകീരി സോഷ്യലിസം പ്രസംഗിക്കുന്നവരെ ആർക്കാണ് സ്വാതന്ത്ര്യം? ആരുടേതാണ് സ്വാതന്ത്ര്യം? ആരിത്? കാളിയോ? ആളാകെ മാറി സുന്ദരി കുട്ടിയായല്ലോ. ഇല്ല, ഞാൻ കാളിയല്ല. ഹേമലത എൻ പേര് ഞാനേ മാറ്റി. ഹായ് ഹേമലത, നല്ല പേര്. വാ ഹേമലത, നമുക്ക് കളിക്കാം. എനക്ക് ഒരുപാട് പാട്ടുകൾ അറിയാം. ആനാ എല്ലാമേ തമിഴ് പാട്ട്. நான் அடிச்சிருந்த காவடி என்ன பண்ணிட்டு இருக்குது? ഹേമലത, ഈ പുസ്തകത്തിൽ നിറയെ കഥകളാണ്. പുസ്തകങ്ങൾ പഠിച്ചാൽ ഈ ലോകം നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വരും. പിന്നെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാരും നമ്മളുടെ കൂട്ടുകാരാകും. ആന എനക്ക് എഴുത്തും വായന ഒന്നുമേ தெரியாது. നിന്നെ ഞങ്ങളോടൊപ്പം സ്കൂളിൽ അയക്കാൻ ടീച്ചറമ്മയോട് പറയാം. ടീച്ചറമ്മ ഞാൻ സ്കൂളിൽ പോയി നേരെ പഠിച്ചു ABC. ടീച്ചറമ്മ, എനിക്കൊരു ആശയുണ്ട്, சொல்லட்டுமா? எனக்கு ഒരു പട്ടുപാവാട വേണോ? പട്ടുപാവാട ഇട്ട് ഞാൻ മുറ്റം നിറയെ ഓടി കളിക്കും. ഹലോ ഹലോ, ഇങ്ങ യാരുമേ ഇല്ലയാ? നമസ്കാരം, ഞാൻ താൻ അഡ്വക്കേറ്റ് വേദാര ജില്ലയില്. ഈ നിൽക്കുന്നത് ഇവിടെയുള്ള കാളി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ. എപ്പോൾ വന്ന് കേട്ടാലും കുളന്നെ വിട്ട് കൊടുക്കണോ എന്നത് താൻ കോട്ടോട്. എന്നെ சொன்னாலும் കുളന്നെ വിട്ട് മറ്റൊന്നാ കൊടുക്കണം. അയ്യോ, അങ്ങനെ പറയല്ലേ. അവൾ എന്ത് സന്തോഷത്തോടെയാണ് ഇവിടെ കഴിയുന്നതെന്ന് നോക്ക്. അവൾ പഠിക്കാൻ മേടിക്കുകയാണ്. നിങ്ങൾക്ക് 2 പേർക്ക് ഇവിടെ താമസിക്കാം. അവൾ പഠിച്ചോട്ടെ. ആടെ നീ പോമ്മ, അതൊന്നും എനക്ക് തെരിയ വേണ്ട. ആടെ വിടുங்க சாமி. ஏய் காளி, என்னடி எங்க பண்ணிட்டு இருக்க? வாடி வெளியா போகலாம். അയ്യോ ടീച്ചറമ്മ, എനിക്ക് പേടിയ ടീച്ചറമ്മ. എനിക്ക് തെരുവ് കിടക്ക പേടിയ ടീച്ചറമ്മ. എന്നെ വിടണ്ടെന്ന് പറ ടീച്ചറമ്മ. എന്നമ്മാ ഇത്? പുതിയ ഉടുപ്പ്, ചെരുപ്പ്, എന്നടി സഞ്ചിയില പുസ്തകമാ? പോയിത്തോലം. അയ്യോ കടവളെ, ഞാൻ പുസ്തകം എനിക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം. ഹേമലത, ഞങ്ങളെ വിട്ട് പോലെ. ഹേമലത, ഞങ്ങളെ വിട്ട് എവിടേക്കും പോലെ. ഹേമലത, ഞാൻ ഹേമലതയല്ലേ. കാളി 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 കാളി. ഉദരത്തിൽ വിശപ്പറിയാത്തവരെ, നിങ്ങൾക്കിത് വെറും ഒരു കാഴ്ച. തെരുവിന്റെ അഴുക്കു കുമ്പാരങ്ങളിൽ ജീവിതം തീർന്നു പോകുന്ന ബാല്യങ്ങളെ കാണാത്ത ഭരണവർഗമേ, നീതി പീഠമേ, ഇനി എന്നാണ് ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കുക? നന്ദി, നമസ്കാരം.